നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ 2 മാസത്തെ ആനുകൂല്യങ്ങൾ ഈ മാസം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2024 ജനുവരി മാസം വരെയുള്ള ആനുകൂല്യം ലഭിച്ചിരുന്നു. 1600 രൂപ ലഭിച്ചിരുന്നു. ഇനി ലഭിക്കാനുള്ളത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ മാസങ്ങളിലാണ്. ഇതിൽ ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങളിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് കൂടി എന്തെങ്കിലുമൊക്കെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് 2 മാസത്തെ തുക ഈ മാസം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. പരമാവധി കുടിശ്ശികകൾ ഒരുമിച്ചൊക്കെ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. 3200 രൂപ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകും, കൈകളിലേക്ക് ലഭ്യമാകും. ഇത് കുടിശ്ശിക സഹായം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുകയും ചെയ്യും. 8000 രൂപയോളമാണ് ഇപ്പോൾ കുടിശ്ശിക ശേഷിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും സർക്കാരിൻ്റെ തനത് വരുമാന മാർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുകയും കൃത്യമായിട്ട് വരികയാണ് എങ്കിൽ നമുക്ക് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വിവിധ മേഖലകളിൽ നിന്ന് പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ കൂടുതൽ കാര്യക്ഷമമായിട്ട് വിതരണം ചെയ്യാൻ സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നത് മുൻഗണനാ വിഭാഗത്തിലെ എല്ലാ റേഷൻ കാർഡുകൾക്കും വിതരണം ആരംഭിച്ചു. ഇനി മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യവിഹിതമുണ്ട്. നീല റേഷൻ കാർഡുകൾക്കാണ് എങ്കിൽ 5 കിലോയുള്ള സ്പെഷ്യൽ അരി ഉൾപ്പെടെയുണ്ട്. അവർക്ക് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് ആനുകൂല്യം. വെള്ള റേഷൻ കാർഡുകൾക്കും ഭക്ഷ്യവിഹിതം 5 കിലോ വീതം ഈ മാസം വാങ്ങുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. സപ്ലൈകോ വഴി പ്രത്യേക 50-50 എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. വിവിധ മേഖലകളിൽ ഉൽപ്പന്നം കുറവാണ് എന്ന പരാതികളുണ്ടായിരുന്നു. അതെല്ലാം ഈ ആഴ്ച തന്നെ നികത്തുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ഈ KYC അല്ലെങ്കിൽ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യണമെന്ന അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ധൃതി പിടിച്ച മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ പോകേണ്ട ആവശ്യമില്ല. വിവിധ മേഖലകളിൽ ഏജൻസിയും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയും തിരക്കുകൾ കൂട്ടി ഏജൻസിയിലും അല്ലെങ്കിൽ ക്യാമ്പുകൾ വെക്കുന്നിടത്തുമെല്ലാം പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ വലിയധികം ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. 8 മാസമായിട്ട് നിലവിൽ തുടങ്ങിയ പ്രക്രിയയാണിതെന്നും ഇനി നമുക്ക് ചെയ്യാൻ ധാരാളം സമയം മുന്നിലുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പദ്ധതിക്ക് അവസാന തീയതി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ധൃതി പിടിച്ച് ഇതിനുവേണ്ടി ചെല്ലേണ്ട ആവശ്യമില്ല എന്ന അറിയിപ്പിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ള 2024 ലോട്ടറി ഏജൻസി നടത്തുന്ന വ്യക്തികൾക്ക് 40% അതിനു മുകളിലും വെല്ലുവിളികളൊക്കെ നേരിടുന്നവരാണ് എങ്കിൽ അവർക്ക് 5000 രൂപയുടെ ധനസഹായത്തിന് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. അപേക്ഷ ഭിന്നശേഷി ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് തപാലിൽ അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി 25000 രൂപയുടെ സഹായവും ഈ ഒരു പദ്ധതി വഴി തന്നെ നൽകുന്നുണ്ട്. ആശ്വാസം എന്ന് പറയുന്ന പദ്ധതിയാണ് ഭിന്നശേഷി ക്ഷേമ വകുപ്പിൻ്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയായിട്ട്. അതും തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലാതെയാണ് ഈ 500,000 രൂപയുടെ സൗജന്യ സഹായം ലഭ്യമാകുന്നത്. സ്വന്തമായിട്ട് വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന്, അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈടോ വസ്തുക്കളോ ഇല്ലാത്തവർക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. ഭിന്നശേഷി നേരിടുന്ന വ്യക്തിയായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.